അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. സ്വലാത്തുൻ നഫൽ, സുന്നത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുന്നത്തുകൾ അഥവാ സുന്നത്ത് നിസ്കാരം എടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബ്ബ് വെക്കാൻ കൊതിക്കുന്ന ഏതൊരുത്തനും നിസ്കാരങ്ങളിൽ ഫർളിന് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ പതിവാക്കും. അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുക. ഫർളായ നിസ്കാരം അത്യാവശ്യമാണ്, അത് ഒഴിച്ചുകൂടാ. ഫർൾ നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ അവൻ സുന്നത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഫർള് അത് അവൻ കട്ടായമായി അവൻ നിർവഹിക്കേണ്ടത് തന്നെയാണ്. ആ ഫർളിന് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ മാസാല അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്ത ഉഹിബ്ബഹു ഫഇദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദി യസ്മഉ ബിഹി വബസറഹു അല്ലദി യബ്സുറു ബിഹി വയദഹു അല്ലതി യബ്തുഷു ബിഹാ വരിജ്ലഹു അല്ലതി യംശി ബിഹാ വഇൻ സഅലനി അഅതൈതുഹു വഇൻ ഇസ്തഅദ മിന്നി ഫഅഇദുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ അടിമ, ഖുദ്സിയായ ഹദീസാണ്, റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ എൻ്റെ അടിമ എന്നിലേക്ക് സുന്നത്തായ കാര്യങ്ങൾ കൊണ്ടെടുക്കുന്നു. ഫർളായ കാര്യം ഒഴിച്ചുകൂടാത്തതാണ്. സുന്നത്തായ കാര്യം അവൻ എടുത്ത് എന്നോട് അടുത്ത് ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിച്ചു കളയുന്നു. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചാൽ കുന്തു സമഅഹു അല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദി യബ്സുറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലദി യബ്തുഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വയരിജ്ലഹു അല്ലതി യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിനും കേൾവിക്കും കാഴ്ചക്കും കയ്യിനും കാലിനും അസാധാരണ കഴിവ് ഞാൻ കൊടുക്കും അവൻ്റെ സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു പെണ്ണ് സുന്നത്തായ കാര്യങ്ങൾ നിത്യമായി ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മതയോടെ ജീവിക്കുകയാണെങ്കിൽ അവൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകം കഴിവ് അവൾക്ക് ലഭിക്കും. അവൻ തൊട്ടതെല്ലാം ബർക്കത്താകും. അല്ലെങ്കിൽ അവൾ ഒരു രോഗിയുടെ തലമേലെ കൈവച്ച് മന്ത്രിച്ചാൽ ഷിഫ ഉണ്ടാകും. അങ്ങനെയാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ അവർ തൊട്ടതിലെല്ലാം ബർക്കത്ത്. അവർ സുന്നത്ത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു അത്തരത്തിലുള്ള നല്ലവരിലുമേ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഫർളാണ്. അത് മനുഷ്യന് ഒഴിച്ചുകൂടാ. അത് മനുഷ്യൻ്റെ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അടിത്തറ തന്നെയാണ് നിസ്കാരം. എന്നാൽ സുന്നത്ത് നിസ്കാരം എന്നത് അതേപോലെ തന്നെ അല്ലെങ്കിലും അതിനോടടുക്കുന്ന അതിപ്രതിഫലം കൂടിയ ഒരു ഇബാദത്താണ്. അസ്വലാത്തു അഫ്ളലു ഇബാദാത്തിൽ ബദനി കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ തടി കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. അത് ഫർളല്ല, സുന്നത്തല്ലല്ലോ. ഫർളാകട്ടെ സുന്നത്താകട്ടെ, മൊത്തത്തിൽ നിസ്കാരം എന്നത് ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ തടി കൊണ്ടെടുക്കുന്ന ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഫർളുഹ അഫ്ളലുൽ ഫുറൂദി, അപ്പോൾ നിസ്കാരങ്ങളിൽ ഫർളായ നിസ്കാരമോ, അവൻ ഫർളായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ അവൻ്റെ മേൽ ബാധ്യതയുണ്ടോ അവകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം ഫർളായത്. അപ്പോൾ നിസ്കാരമല്ലാത്ത കുറേ ഫർളായ കാര്യം എനിക്കുണ്ട്. അപ്പോൾ ആ ഫർളായ കാര്യത്തെക്കാളും ശ്രേഷ്ഠമായതാണ് നിസ്കാരത്തിലുള്ള ഫർളായ നിസ്കാരം. വനഫ്ലുഹ അഫ്ളലുൻ നവാഫിൽ, എന്നാൽ നിസ്കാരങ്ങളിൽ സുന്നത്തായ നിസ്കാരങ്ങൾ അത് അഫ്ളലുൻ നവാഫിലി, സുന്നത്തായ മറ്റ് കർമ്മങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളും ശ്രേഷ്ഠമാണ് സുന്നത്തായ നിസ്കാരം. മൊത്തത്തിൽ നിസ്കാരത്തിന് തന്നെയാണ് തടി കൊണ്ടെടുക്കുന്ന ഇബാദത്തിൽ പ്രാധാന്യതയുള്ളൂ. ഫർളായെങ്കിലും സുന്നത്തായെങ്കിലും ഇവനിക്ക് ഫർളായ എന്തെല്ലാം ബാധ്യതകളുണ്ടോ അതിൽ നിസ്കാരവും ഉണ്ടാവും, അല്ലാത്തെല്ലാം ഉണ്ടാവും. എന്നാൽ അതിലേറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ്.
എന്നാൽ ഒരുത്തന് സുന്നത്തായ ബാധ്യതകൾ എന്തെല്ലാമുണ്ടോ അതിൽ സുന്നത്തുകളായ നിസ്കാരങ്ങളുണ്ടാകും, അല്ലാത്ത കാര്യങ്ങളുണ്ടാകും. അതിലേറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം തന്നെയാണ്, സുന്നത്ത് നിസ്കാരം. എന്നാൽ വൽ ഫർളു, ഫർള് നിസ്കാരം യഫ്ളുലു നഫ്ല ഫി സവാബി ബി 70 ദറജ. ഫർള് നിസ്കാരം സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു ഫി സവാബി പ്രതിഫലങ്ങളിൽ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബി 70 ദറജ, 70 ദറജ കൊണ്ട് ശ്രേഷ്ഠമാകുന്നു. അപ്പോൾ സുന്നത്തിന് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ 69 ഇരട്ടി പ്രതിഫലം ഫർദിന് ലഭിക്കുന്നു. അപ്പോൾ ഫർദിന് എത്ര പ്രാധാന്യത എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ശുരിഅ നഫ്ലു, സുന്നത്ത് നിസ്കാരത്തിന് ഷറഅാക്കപ്പെട്ടത് തന്നെ, അത് നിയമിക്കപ്പെട്ടത് തന്നെ ലിയുകമ്മില നഖ്സൽ ഫറാഇദി, ഫർദ് നിസ്കാരങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, വീക്ക്നെസ്സുകൾ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ഫർദിൽ വല്ല തെറ്റുകൾ അല്ലെങ്കിൽ അതവ് കുറവുകൾ അല്ലെങ്കിൽ ഫർദ് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അതിന് ക്രമത്തിന് വല്ല കേട് സംഭവിച്ചെങ്കിൽ ആ ഫർദ് നിസ്കരിച്ച വ്യക്തി വല്ല സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ സുന്നത്ത് നിസ്കാരം കൊണ്ട് ഫർദിൻ്റെ പോരായ്മയെ പരിഹരിക്കപ്പെടും. ബൽ എന്ന് വേണ്ട, വലിയ ഖൂമ ഫിൽ ആഖിറത്തി മഖാമ ഫാത്ത മിൻഹാ ബി ഉദ്രിൻ, കാരണങ്ങളാൽ, കാരണം കൊണ്ട് അവനിക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സ്ഥാനത്തിൽ അവൻ എടുത്ത സുന്നത്ത് നിസ്കാരം നിൽക്കും എന്ന് വരെ ഹദീസുകളുണ്ട്. അപ്പോൾ എത്ര വലിയ പ്രാധാന്യതയാണ് സുന്നത്ത് നിസ്കാരത്തിനുള്ളത്. അപ്പോൾ ഒരാൾ ഫർദ് മാത്രം ജീവിതത്തിൽ നിസ്കരിച്ചാൽ അവൻ ആഖിറത്തിൽ പലപ്പോഴും കുടുങ്ങിപ്പോകും. കാരണം നിസ്കാരത്തിൽ പല പോരായ്മ ഉണ്ടായി പടച്ചവൻ അതിനെ മടക്കിക്കളഞ്ഞാലോ. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? ഫർദിന് മുമ്പും പിന്നെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിച്ചാൽ ആ ഫർദ് നിസ്കാരത്തിൽ വല്ല പിഴവുകളുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടും. എന്തെങ്കിലും അത്യാവശ്യം കാരണമായി അവന് നിസ്കരിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിടെ അവനിക്ക് ആഖിറത്തിൽ ഇത് സുന്നത്തായ നിസ്കാരം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കും. അതുകൊണ്ട് ദുനിയാവിൽ ഒരാൾക്ക് അനിവാര്യ കാരണം കൊണ്ട് ഫർദ് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടല്ലോ അത് മതിയെന്ന് കരുതണ്ട. ഫിൽ ആഖിറത്തി എന്നാണ് പറഞ്ഞത്. ആഖിറത്തിലെത്തിയാൽ ഇവനിക്ക് ഒട്ടും ഇവിടെ ദുനിയാവിൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ആഖിറത്തിലെത്തിയാൽ അവിടെ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. അതേസമയത്തിൽ ഫർദ് വീടിയിട്ടില്ല എന്ന ആ ഒരു നഷ്ടം അവനിക്ക് അങ്ങനെ തന്നെ ബാക്കിയാകും. എന്നാൽ സ്വലാത്തുൻ നഫ്ല് ഖിസ്മാനി, സുന്നത്ത് നിസ്കാരം 2 ജാതിയാണ്. നഫ്ലും മുത്തലഖുൻ, മുത്തലക്കായ സുന്നത്ത് നിസ്കാരം. മുത്തലഖ് എന്ന് പറഞ്ഞാൽ വഹുവ മാ ലാ യതഖയ്യദു ബി വഖത്തിൻ വലാ സബബിൻ, ഒരു സമയം കൊണ്ടോ ഒരു കാരണം കൊണ്ടോ ഉപാധി നൽകപ്പെടാത്ത നിസ്കാരം. അതായത് ഒരു സമയത്തോട് ഫിക്സായ ഇന്ന സമയത്തെ നിസ്കാരം, ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം എന്ന് പറയും പോലെ അങ്ങനത്തെ ഒരു സമയം ഫിക്സാകപ്പെടാത്ത നിസ്കാരം. വഖത്തില്ലതിനിക്ക്, കാരണവുമില്ല. ഇപ്പോൾ ഇഹ്റാമിന് മുമ്പുള്ള നിസ്കാരമാണെങ്കിൽ ഇഹ്റാം ഒരു കാരണമാണ്. തഹജ്ജുദ് നിസ്കാരം എന്നത് പള്ളിയിൽ കടക്കുക എന്നത് കാരണമാണ്. അപ്പോൾ അങ്ങനെ സബബ് മുന്തിയതോ സബബ് പിന്തിയതോ ഒന്നും അങ്ങനെ ഒരു സബബ് തന്നെ ഇല്ലാത്ത ഒരു സമയം കൊണ്ട് സമയം നിശ്ചയിക്കപ്പെടാത്ത ഒരു നിസ്കാരത്തിനാണ് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ നഫലും മുഖയ്യദുൻ, പിന്നൊന്ന് മുഖയ്യദായ നഫലാണ്, ഉപാധി നൽകപ്പെട്ട സുന്നത്ത് നിസ്കാരം. ഓഹോ, അത് മാ യതഖയ്യദു ബി അഹദിഹിമ, സമയം കൊണ്ടോ കാരണം കൊണ്ടോ ഉപാധി നൽകപ്പെട്ടത്, സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരം. പെരുന്നാൾ നിസ്കാരം അത് സുന്നത്താണ്, അത് മുഖയ്യദാണ്, അതിന് സമയമുണ്ട്. അതേപോലെ ദുഹാ നിസ്കാരം അത് മുഖയ്യദാണ്, അതിനൊരു സമയമുണ്ട്. അതേപോലെ തന്നെ ഇഹ്റാമിൻ്റെ നിസ്കാരം അത് മുഖയ്യദാണ്, അതിനൊരു കാരണമുണ്ട്. തഹീദ് നിസ്കാരം അത് മുഖയ്യദാണ്, അതിനൊരു കാരണമുണ്ട്. ഇങ്ങനെ കാരണങ്ങളുള്ള സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരത്തിന് മുഖയ്യദ്, ഉപാധി നൽകപ്പെട്ട സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നു. കാരണങ്ങളില്ലാത്ത സമയം നിശ്ചയിക്കപ്പെടാത്ത നിസ്കാരത്തിന് മുത്തലക്കായ നിസ്കാരം പറയുന്നു. എന്നാൽ മുത്തലക്കായ നിസ്കാരം, അതായത് കാരണങ്ങളും സമയങ്ങളും ഇല്ലാത്ത നിസ്കാരം, യുസന്നു ഫി കുല്ലി വഖത്തിൻ, ഏത് സമയത്തും അത് സുന്നത്താണ്. സിവൽ ഔഖാത്തിൽ മക്റൂഹത്തി, കറാഹത്താകപ്പെട്ട ചില സമയങ്ങൾ ഒഴികെ. മുത്തലക്കായ നിസ്കാരത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സമയത്തും നിസ്കരിക്കാമെങ്കിലും കറാഹത്തായ സമയമുണ്ടല്ലോ, സൂര്യൻ ഉദിക്കുന്ന സമയം, ശൈത്താൻ കുമ്പിടുന്ന സമയമാണ്. ഇപ്പോൾ
പിന്നെ ഇസ്തിവാൻ്റെ സമയം, നട്ടുച്ച സമയം, സൂര്യൻ തലക്ക് മേലെ നേരെ നിൽക്കുന്ന, അപ്പോൾ ആ നിന്ന മനുഷ്യൻ്റെ തണൽ അവൻ്റെ കാലിനടിയിലുണ്ടാകും. ആ രൂപത്തിൽ തലക്ക് മേലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഇസ്തിവാൻ്റെ സമയത്ത് അവിടെ നിസ്കരിക്കൽ കറാത്താണ്. ഏത് നിസ്കാരം? കാരണങ്ങളോ സമയങ്ങളോ ഇല്ലാത്ത. പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അപ്പോഴും കറാത്താണ്. അപ്പോൾ ഇങ്ങനെ കറാത്തായ സമയത്തിൽ ഈ സുന്നത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം കറാത്താണ്, നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ആ സമയം അല്ലാത്ത പിന്നെ ഏത് സമയത്തിലും ഒരു സമയമോ കാരണമോ അതെനിക്കില്ല, എപ്പോഴും നിസ്കരിക്കൽ സുന്നത്താണ്. അഖല്ലുഹു റക്കാത്തുൻ, മുത്തലക്കായ നിസ്കാരത്തിൽ ഏറ്റവും കുറഞ്ഞത് 1 റക്കാത്ത് നിസ്കരിച്ചാൽ മതി. മുത്തലക്ക് വിടും, സുന്നത്ത് കിട്ടും, അതിൻ്റെ പ്രതിഫലം കിട്ടും. വലാ ഹദ്ദലി അക്സരിഹി, അത് അധികരിച്ചെനിക്ക് ഒരു അതിർത്തിയില്ല. അധികം എന്ന് പറഞ്ഞാൽ എത്ര നിസ്കരിക്കാം. മുത്തലക്കായ നിസ്കാരത്ത് എത്ര ലക്ഷം റക്കാത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹു സ്വീകരിക്കും. അതിനൊരു ഫിക്സഡ് ഇല്ല. അതേ സമയത്തിൽ ദുഹാ നിസ്കാരം അങ്ങനെയല്ലല്ലോ. വക്ത് റക്കാത്ത് നിർണ്ണയിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ അവ്വാബി നിസ്കാരം റക്കാത്ത് നിർണ്ണയിക്കപ്പെട്ടതാണ്. അപ്പോൾ റക്കാത്ത് നിർണ്ണയിക്കപ്പെട്ട, അതത് നിർണ്ണയിക്കപ്പെട്ട, എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരം അതിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം കുറയുന്ന. അതൊരു കാര്യം മനസ്സിലാക്കണം. ഇത്തരം നിസ്കരിക്കാൻ വേണ്ടി ഷറആക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം അത്ര മാത്രം നിസ്കരിച്ചാൽ വരച്ച വരിക്ക് നിന്നു എന്ന് അർത്ഥമാണ്. അവൻ അനുസരണമുള്ള ഒരു ഉമ്മത്തി. ആ നിസ്കാരത്തിൻ്റെ 1 റക്കാത്ത് കൂടിയാൽ അവൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഏറെ നിസ്കരിച്ച എന്തേ ദുഹാ നിസ്കാരം, അല്ലെങ്കിൽ അവ്വാബി നിസ്കാരം കുറച്ച് ഏറെ നിസ്കരിച്ച എന്തേ, അല്ലെങ്കിൽ തറാവി നിസ്കാരം ഒരു 30 റക്കാത്ത് നിസ്കരിച്ച എന്തേ എന്ന് കരുതി അവൻ കൂട്ടിയാൽ അവൻ വരി തെറ്റിച്ചുപോയി. അത് അവനിക്ക് 30 റക്കാത്ത് തറാവി നിസ്കരിച്ചാലും നിസ്കരിച്ചവനിക്ക് ലഭിക്കുന്ന പ്രതിഫലമല്ല 20 റക്കാത്ത് നിസ്കരിച്ചവനിക്ക്. 20 നിസ്കരിച്ചവനിക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ കുറവാണ് 30 നിസ്കരിച്ചവനിക്ക്. എന്തവിടെ? അവൻ അതിൻ്റെ എണ്ണം അവൻ പരിഗണിച്ചില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുണ്ട് റക്കാത്തിൻ്റെ എണ്ണം നിർണ്ണയിക്കപ്പെട്ടത്. മുത്തലക്ക് അങ്ങനെയില്ല. മുത്തലക്ക് എത്ര റക്കാത്ത് നിസ്കരിച്ചാലും സ്വീകരിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ അധികത്തിനിക്ക് അക്സറിനിക്ക് ഹദ്ദില്ല. വല്ലഫ്ലു, ഇങ്ങനെ മുത്തലക്കായ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ധാരാളം റക്കാത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവനിക്ക് ഏറ്റവും ശ്രേഷ്ഠത അയ്യുസല്ലിമ മിൻ കുല്ലി റക്കാത്തൈനി, ഓരോ റക്കാത്തിലും സലാം വിട്ടലാണ്. ഈ 2 റക്കാത്തിലും സലാം വിട്ടലാണ്. 2 റക്കാത്തിൽ സലാം വിട്ടൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഞാനൊരു 10 റക്കാത്തിൽ ലാസ്റ്റിനൊരു സലാം വിട്ടെന്ന് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ കൂടുതൽ പ്രതിഫലം ഈ 2 റക്കാത്തിൽ സലാം വിട്ടുന്നവനിക്കാണ് കിട്ടുന്നത്. ശ്രേഷ്ഠമാണ്. വലാ തുസന്നു ഫീഹിൽ ജമാ, ആ മുത്തലക്കായ നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. അങ്ങനെയാണ് മുത്തലക്ക നിസ്കാരത്തിൽ അവസ്ഥ. അതെനിക്ക് റക്കാത്തിന് എണ്ണമില്ല, അധികത്തരം നിസ്കരിക്കാം. ഈ 2 റക്കാത്ത് സലാം വിട്ടണം, അതിൽ ജമാഅത്ത് സുന്നത്തില്ല. വൽ മുഖയ്യദ് നിസ്കാരം, അതായത് വഖത്ത് കൊണ്ടോ അല്ലെങ്കിൽ സബബ് കൊണ്ടോ ഉപാധിയാക്കപ്പെട്ട മുത്തലക്കല്ലാത്ത നിസ്കാരം നൗആനി, അത് 2 ജാതിയുണ്ട്. നൗഅൻ തുസന്നു ഫീഹിൽ ജമാ, ഒരു വിഭാഗം അതിൽ ജമാഅത്ത് സുന്നത്താക്കപ്പെട്ട വിഭാഗമാണ്. വനൗഉൻ ലാ തുസന്നു ഫീഹി, പിന്നൊരു വിഭാഗം ജമാഅത്ത് സുന്നത്താക്കപ്പെടാത്ത വിഭാഗമാണ്. ഇങ്ങനെയാണ്. എന്നാൽ നഫ്ലുൻ തുസന്നു ഫീഹിൽ ജമാഅത്ത് സുന്നത്താക്കപ്പെട്ട നിസ്കാരം, മുഖയ്യദായ ജമാഅത്ത് സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ സ്വലാത്തുൽ ഈദൈനി, പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ 2 പെരുന്നാൾ നിസ്കാരം, ഒന്ന് ചെറിയ പെരുന്നാൾ, ഒന്ന് വലിയ പെരുന്നാൾ. ഈദുൽ ഫിത്ർ, ഈദുൽ അസ്ഗർ എന്നും പറയും. ഈദുൽ അദ്ഹ, ഈദുൽ അക്ബർ എന്നും പറയും വലിയ പെരുന്നാൾക്ക്. ഈദുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ. അപ്പോൾ 2 പെരുന്നാൾ നിസ്കാരവും ജമാഅത്ത് സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ്. അഖല്ലുഹ റക്അത്താനി, അതിലേറ്റവും കുറഞ്ഞത് 2 റക്അത്ത് നിസ്കാരമാണ് ചുരുങ്ങിയിട്ട്. അപ്പോൾ അതിലധികരിച്ചത് റക്കാത്ത് കൂടിയെന്ന് വിചാരിക്കണ്ട. 2 റക്കാത്ത് 2 തന്നെയാണ്. അത് അധികരിച്ച അക്മലായാലും അക്കല്ലായാലും റക്കാത്ത് 2 തന്നെയാണ്.
അപ്പോൾ അക്കല്ലിൻ്റെയും അക്ബറിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ പറയുന്നു. അക്കല്ല് എന്ന് പറഞ്ഞാൽ 2 റക്അത്താണ്. സുന്നത്തിൽ ഉളുവിൻ്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്തായതുപോലെ ഷോർട്ടാക്കി നിസ്കരിച്ചാൽ മതി. പെരുന്നാൾ നിസ്കാരം അത്ര മതി. വാക്മലുഹ, അതിലേറ്റവും പൂർണ്ണമായത് യുക്കബ്ബിറ ജഹറൻ, 2 റക്അത്ത് തന്നെയാണ്, ജഹറായിട്ട് അവൻ തക്ബീർ കെട്ടണം, ജോറായിട്ട്. ഫി ഊലാഹുമ, ആ 2 റക്അത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ. ബഅദ ഇഫ്തിതാഹിൻ, വജ്ജഹത്തിൻ്റെ ശേഷം. തക്ബീറത്തുൽ ഇഹ്റാം ആദ്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിൽ പിന്നെ ജഹറായിട്ട് തക്ബീർ ചൊല്ലണം. ഫി ഊലാഹുമ, 2 റക്അത്തിൽ ആദ്യത്തെ റക്അത്തിൽ, 2-ൽ ആദ്യത്തെ റക്അത്തിൽ, 1-ാം റക്അത്തിൽ. ബഅദ ഇഫ്തിതാഹിൻ, വജ്ജഹത്തിൻ്റെ ശേഷം. സബഅൻ, 7 തക്ബീർ ചൊല്ലണം അവൻ. വഫി സാനിയത്തി, 2-ാമത്തെ റക്അത്തിൽ ഖംസൻ, 5 തക്ബീർ ചൊല്ലണം. ഖബല തഅവ്വുദിൻ ഫിഹിമ, ആ 2 റക്അത്തിലും അഊദ് ഓതുന്നതിന് മുമ്പ്. അപ്പോൾ അഊദ് ഓതുന്നതിന് മുമ്പ് 1-ാമത്തെ റക്അത്തിലാണ് ഇഫ്തിതാഹ് ഉള്ളത്, വജ്ജഹത്തുള്ളത്. 2-ാം റക്അത്തിൽ വജ്ജഹത്തില്ല. 1-ാം റക്അത്തിൽ വജ്ജഹത്ത് കഴിഞ്ഞു, അഊദിൻ്റെ മുമ്പ് 7 തക്ബീർ ചൊല്ലണം. 2-ാം റക്അത്തിൽ പിന്നെ വജ്ജഹത്തില്ലാത്തത് കൊണ്ട് പിന്നെ സുജൂദിൽ നിന്ന് നേരെ എഴുന്നേറ്റ് നിന്ന് എന്താക്കുക, അഊദിൻ്റെ മുമ്പ് 5 തക്ബീർ ചൊല്ലാം. റാഫിഅൻ യദൈഹി മഅ കുല്ലി തക്ബീറത്തിൻ, ഓരോ തക്ബീറിലും തക്ബീറോട് കൂടെ 2 കൈകൾ അവൻ ഉയർത്തിയിട്ടാണ്, അതായത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ കൈ ഉയർത്തി തക്ബീർ ചൊല്ലുക. വയഖൂലു, വയഖൂല, അവൻ പറയലുമാണ്. അത് അയുക്കബ്ബിറയുടെ അത്ഫായിട്ടാണ്. ആത്തിഫ് യഖൂല മാത്തൂഫ്, മാത്തൂഫലെ അയുക്കബ്ബിറ. വയഖൂല ബൈന കുല്ലി തക്ബീറത്തൈനി, ഓരോ തക്ബീറിൻ്റെ ഇടയിൽ അവൻ പറയലും സുന്നത്തുണ്ട്. ഇത് അക്മലായ രൂപമാണ്. അപ്പോൾ അക്കല്ലായ രൂപത്തിൽ ഇതൊന്നുമില്ല. ഏത് 7 തക്ബീർ ആദ്യത്തെ റക്അത്തിലില്ല, 5 തക്ബീർ 2-ാം റക്അത്തിലില്ല, തക്ബീറിനിടയിലുള്ള ദിക്റുകളും ഇല്ല. വുളു എടുത്താൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്തുണ്ടല്ലോ, അങ്ങനെ ഷോർട്ടായ 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചാൽ തന്നെ മതി. അക്കല്ലായ രൂപം. ഇത് അക്മലാണ് പറയുന്നത്. അക്മലാകുമ്പോൾ 1-ാം റക്അത്തിൽ വജ്ജഹത്ത് കഴിഞ്ഞ് 7 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. 2-ാം റക്അത്തിൽ വജ്ജഹത്തില്ല, ഔദിന് മുമ്പ് 5 തക്ബീർ ചൊല്ലണം. ഓരോ തക്ബീറിൻ്റെ ഇടയിൽ അവൻ പറയണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയണം. പിന്നെ അവിടെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് അതിനും കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ തർക്കമില്ല, ജായിസാണെന്ന് മാത്രം, അതൊരു സുന്നത്തായിട്ടൊന്നുമല്ല. അപ്പോൾ ആ ചൊല്ലിയതിൻ്റെ കൂലി കിട്ടും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ജായിസാണ്, അപ്പോൾ അതിൻ്റെ കൂലി കിട്ടും. പക്ഷേ വല്ലാഹു അക്ബർ വരെ ചൊല്ലൽ അത് സുന്നത്തായിട്ട് അവിടെ കൽപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് ചൊല്ലണം ഓരോ തക്ബീറിനിടയിൽ. വയഖറഉ ഫീഹിമ, ആ ഓരോ റക്അത്തിലും അല്ലെങ്കിൽ ആ 2 റക്അത്തിലും 2 പെരുന്നാൾ നിസ്കാരത്തിലും അവൻ ഓതണം ഖാഫ് സൂറത്ത്. വഖതറബത്തി സാഅ വൻഷഖൽ ഖമറു എന്ന് പറഞ്ഞ സൂറത്ത്, അല്ലെങ്കിൽ ഔ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല വഹൽ അതാക. അപ്പോൾ 1-ാം റക്അത്തിൽ ഖാഫ് സൂറത്ത് ഓതാ, 2-ാം റക്അത്തിൽ വഖതറബത്തി സാഅ എന്ന സൂറത്ത് ഓതാ. അതല്ലെങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്ന ചെറിയ സൂറത്താണത്, അത് 1-ാം റക്അത്തിൽ ഓതാ. വഹൽ അതാക എന്നത് 2-ാം റക്അത്തിൽ ഓതാ. ജുമാക്ക് ഓതും പോലെ ആണ് ഓതാ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വഖതുഹ, ആ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ബൈന തുലൂഇ യൗമിൽ ഈദി വ സവാലിഹി, അത് പെരുന്നാളിൻ്റെ സൂര്യൻ ഉദിച്ചതിൻ്റെയും അന്ന് സൂര്യൻ നട്ടുച്ചയിൽ നിന്ന് നീങ്ങുന്നതിൻ്റെയും ഇടയിലാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ ഫജ്ർ സാദിക്കിൻ്റെ ശേഷം ഉണ്ടാകുന്നതാണ് തുലൂ ഷംസ്. അപ്പോൾ സൂര്യൻ ഉദിച്ചതിൻ്റെ ശേഷം പെരുന്നാളിൻ്റെ സമയമായി. പിന്നെ ആ സൂര്യൻ ഒരു മനുഷ്യൻ്റെ തലയ്ക്ക് മേലെ നേരെ നിൽക്കുന്ന സമയമാണ് ഇസ്തിവാൻ്റെ സമയം. അത് തെറ്റിലോട് കൂടെ ളുഹറിൻ്റെ സമയമായി. അതിനർത്ഥം ളുഹർ വരെയെന്നായി.
സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹർ വരെയാണ് ആ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. വല്ലഫ്ളു, സമയം അങ്ങനെ ആണെങ്കിലും ളുഹർ വരെ സമയം ഉണ്ട് എങ്കിലും ശ്രേഷ്ഠമായ സമയം ബാദ ഇർത്തിഫാ ഷംസി ഖദറ റുംഹിൻ, സൂര്യൻ ഒരു കുന്തത്തിൻ്റെ കതിർ ഉയർന്നു. കുന്തം എന്ന് പറഞ്ഞാൽ പണ്ട് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ ഉളയ്ക്കെന്ന് പറയില്ലേ, ഏകദേശം ഒരു 5 ഫീറ്റ് 6 ഫീറ്റ് ഉണ്ടാവും, അത്ര ഉയരം വരുന്നേ വരെയാണ്. അപ്പോൾ അതിന് മഹാന്മാർ പറഞ്ഞത് 20 ദഖീഖാന്നാ, 20 മിനിറ്റ്. അപ്പോൾ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമായി. അപ്പോൾ നിസ്കരിക്കാം, വേഗം നിസ്കരിക്കില്ല നല്ലത്. വലൗ സബത്ത ബാദൽ ഉറൂബി, പിന്നെ പെരുന്നാളിൻ്റെ മുമ്പത്തെ ദിവസത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷം സ്ഥിരപ്പെട്ടു റുയത്തുൽ ഹിലാലി, നിലാവ് കണ്ടത്, ഫിൽ ലൈലത്തിൽ മാദിയത്തി, കഴിഞ്ഞ രാത്രിയിൽ നിലാവ് കണ്ടിട്ടുണ്ടു എന്ന് സ്ഥിരപ്പെട്ടാൽ സുല്ലിയത്ത് ബാമിനൽ ഗദി അദാ അൻ, പിറ്റേ ദിവസം അദാ ആയിട്ട് നിസ്കരിക്കാം. അതായത് ഉറൂബിൻ്റെ ശേഷം, സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷം നിലാവ് കണ്ടു, ഫിൽ ലൈലത്തിൽ അൽ മാദിയത്തി, കഴിഞ്ഞ ദിവസത്തിൻ്റെ രാത്രിയിൽ, കഴിഞ്ഞ രാത്രിയിൽ എങ്കിൽ സുല്യത്ത് മിനൽ ഗദി അദാ അൻ, അപ്പോൾ ഇന്ന് രാത്രി നിലാവ് കണ്ടത് നാളത്തെ സുബൈക്കത് അതായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ രാത്രി മാസം കണ്ടാൽ അത് അന്നത്തെ പകലിൻ്റെതല്ലേ, അതുകൊണ്ട് അന്നത്തെ പകലിൻ്റെതാകുമ്പോൾ അത് ഖളാവൂലേ? ഇല്ല, ഖളാവൂല, അത് ആയിട്ട് തന്നെ ഉണ്ടാവും, അത് അതായിട്ട് തന്നെ വരും. വയുസന്നു തഅജീലുൽ അദ്ഹ, വലിയ പെരുന്നാൾ നിസ്കാരത്തെ വേഗം നിസ്കരിക്കൽ സുന്നത്താണ്, വളരിക്കൽ. എന്തിന്? ലിയത്തസിഅ വഖ്തു തളഹിയത്തി, വലിയ പെരുന്നാളിന് വലിയർക്കലുണ്ടല്ലോ, ഉലൂഹിയത്ത് ഇറക്കാനുണ്ട്. ആ ഉലൂഹിയത്ത് ഇറക്കാൻ വേണ്ടി വിശാല സമയം കിട്ടാൻ വേണ്ടി സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിർ അഥവാ 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വലിയ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച് തീർക്കുക. എന്തിന്? പിന്നെ ഉലൂഹിയത്ത് ഇറക്കാൻ വിശാല സമയം കിട്ടാൻ വേണ്ടി. തഅഖീറുൽ ഫിത്രി, ചെറിയ പെരുന്നാൾ നിസ്കാരം പിന്തിക്കൽ സുന്നത്താണ്. ലിയത്തസിഅ വഖ്തു സക്കാത്തിഹി, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കുറച്ചും സമയം കിട്ടാൻ വേണ്ടി. ഫിത്ർ സക്കാത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയവും നിർബന്ധമാകുന്നതും പെരുന്നാളിൻ്റെ രാത്രി സംസസ്തമിച്ചത് മുതലാണ്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ പിറ്റേന്ന് പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം കൈകെട്ടുന്നതിനിടയിലായിട്ട് ആ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുത്ത് തീർക്കണം. അപ്പോൾ അതിന് സമയം കുറച്ച് വിശാലം കിട്ടാൻ വേണ്ടി പെരുന്നാൾ നിസ്കാരം സുബഹി ഒരപ്പം ലേട്ടാക്കുക, പിന്തിക്കുക, അത് നല്ലത്, സുന്നത്താണ്. വൈസൊന്നു ബാദഹ ഖുതുബത്താനി, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 ഖുതുബ ഓതണം. ഏത് ഖുതുബ പോലെയൊക്കെ? ഖുതുബത്തയിൽ ജുമാഅത്ത്, ജുമാൻ്റെ ഖുതുബ പോലെ ചുരുങ്ങിയിട്ട് അതിൻ്റെ ഷർത്തും ഫർളെല്ലാം ഒത്തിച്ചിട്ട് ഖുതുബ ഓതാം. യഫ്തതിഹുൽ ഉല, അങ്ങനെ ഖുതുബ ഓതുമ്പോൾ ഒന്നാമത്തെ ഖുതുബ അവൻ തുടങ്ങൽ തന്നെ ബിത്സ്ഇ തക്ബീറാത്തിൻ, 9 തക്ബീർ കൊണ്ട് തുടങ്ങണം. 9 തക്ബീർ ഒന്നാം റക്അത്തിൽ ചൊല്ലണം. വസ്സാനിയത്ത, ഒന്നാമത്തെ ഖുതുബയിൽ 9 തക്ബീർ ആണെങ്കിൽ വസ്സാനിയത്ത രണ്ടാം ഖുതുബയിൽ ബിസബഇൻ, 7 തക്ബീർ ചൊല്ലണം. അതായത് രണ്ട് ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു ഖുതുബ ഓതി ഇരുന്ന് രണ്ടാമത്തെ ഖുതുബയിൽ നിന്ന് വീണ്ടും അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് മുമ്പ് 7 തക്ബീർ ചൊല്ലുക. വയുക്സിറു മിനത്ത് തക്ബീരി ഫി ഫുസൂലിൽ ഖുതുബത്തി, ഖുതുബയുടെ ഇടയ്ക്കെല്ലാം തക്ബീർ അധികരിപ്പിക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഒരു പൂർണ്ണമായ രൂപം. വൈസന്നു തക്ബീറു ഫിൽ ഐദൈനി, 2 പെരുന്നാൾ ദിവസത്തിലും തക്ബീർ സുന്നത്തുണ്ട്. നിസ്കാരത്തിൻ്റെ വിഷയമല്ല ഇപ്പോൾ പറയുന്നത്, ദിവസത്തിൻ്റെ. മിനൽ ഖുറൂബി, പെരുന്നാളിൻ്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ. പെരുന്നാളിൻ്റെ സൂര്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് പെരുന്നാളിൻ്റെ സൂര്യനല്ല, പെരുന്നാളിൻ്റെ മുമ്പത്തെ ദിവസത്തിൻ്റെ സൂര്യനാണ് അസ്തമിക്കുക. അപ്പം നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ സൂര്യൻ അസ്തമിക്കലോടുകൂടെ, ഇന്ന് മഗ്‌രിബോട് കൂടെ ഒരു രാത്രി തുടങ്ങുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടെ നാളെ പെരുന്നാളിൻ്റെ രാത്രി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഉറൂബ് മുതൽ തുടങ്ങി ഇലാ അൻ യുഹരിമൽ ഇമാമു ഇമാമു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ തക്ബീർ സുന്നത്തുണ്ട്. അപ്പോൾ ഈ തക്ബീറിനിക്ക് മുർസലായ തക്ബീർ എന്ന് പറയുന്നു. ഇടവിടാതെ തക്ബീർ ചൊല്ലിയാലും ബുദ്ധിമുട്ടില്ല. അതിന് സംസ്കാരത്തിന് പിന്നാലെ എന്നോ അല്ലെങ്കിൽ ദ്വാരന്നതിൻ്റെ ശേഷമെന്നോ അങ്ങനത്തെ ഒരു കൃത്യമായ സമയമില്ല. എപ്പോഴും തക്ബീർ നിത്യമാക്കി പോകാം. ഇൻ സ്വല്ലാ ഫി ജമാഅത്തിൻ, അവൻ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അവനിക്ക് എന്താണ് ഇമാമു തക്ബീർ കെട്ടുന്നവരെ, അതായത് പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കലും സുന്നത്തുണ്ട്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ജമാഅത്തിന് സൗകര്യമില്ലെങ്കിൽ ഒറ്റക്കായാലും നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ ഇഹ്റാമാണ്. വൈലാ ഇഹ്റാമിഹി ഇൻസല്ല മുൻഫരിദൻ, അതവിടെ പറയുന്നുണ്ട് പിന്നീട്. അപ്പോൾ ഇലാ അൻ യുഹരിമൽ ഇമാമു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നവരെയാണ് ആ തക്ബീറിൻ്റെ അവധി. ഇൻ സ്വല്ലാ ഫി ജമാഅത്തിൻ, അവൻ ഒരു ജമാഅത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ. വഇലാ ഇഹ്റാമിഹി, ഇനി അവൻ ഇൻ സ്വല്ലാ മുൻഫരിദൻ, അവൻ തനിച്ച് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ സ്വന്തം ഇഹ്റാം കെട്ടുന്നവരെയാണ് ആ തക്ബീറിൻ്റെ സമയം. വഇല സവാലി, ഉച്ചവരെയാണ്. ഇല്ലം യുസ്വല്ലി, അവൻ നിസ്കരിച്ചേ ഇല്ലെങ്കിൽ. അവൻ പെരുന്നാൾ നിസ്കരിച്ചില്ല, പെരുന്നാളാണ് നിസ്കരിച്ചില്ല എങ്കിൽ ഉച്ചവരെ ആ സമയമുണ്ട്, ആ തക്ബീറിൻ്റെ സമയമുണ്ട്. ഏതും തക്ബീർ മുർസലാ തക്ബീറാണ്. പിന്നെ വാഖിബ കുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിൻ്റെ ഉടനെയും, ഓരോ ജനാസത്തൻ, അത് മയ്യത്ത് നിസ്കാരമാണെങ്കിലും ശരി, മിൻ സുബഹി യോമി അറഫത്ത, അറഫ ദിനത്തിൻ്റെ സുബഹി മുതൽ ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഖ്, അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസത്തിൻ്റെ അസർ വരെ ഈ തക്ബീറിനിക്ക് മുഖയ്യദായ തക്ബീർ എന്ന് പറയുന്നു. അപ്പോൾ പെരുന്നാളിൽ ചൊല്ലുന്ന തക്ബീർ രണ്ട് ജാതിയാണ്, മുഖയ്യദായ തക്ബീർ എന്നും മുർസലായ തക്ബീർ എന്നും. മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ പിറ്റേ ദിവസം ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം, പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നവരെ, അത് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നവരെ. ഇനി അവൻ നിസ്കാരം ഇല്ല എങ്കിൽ ഉച്ചവരെ ആ മുർസലായ തക്ബീർ ഉണ്ട്. പിന്നെ മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ അത് പെരുന്നാളിൻ്റെ മുമ്പത്തെ ദിവസമായ, വലിയ പെരുന്നാളിൻ്റെ മുമ്പത്തെ ദിവസമായ പിന്നെ അറഫ ദിനം, അത് വലിയ പെരുന്നാളിന് മാത്രമേ മുഖയ്യദായ പറഞ്ഞ തക്ബീറുള്ളൂ. പിന്നെ ചെറിയ പെരുന്നാളിന് അതില്ല, മുർസൽ മാത്രമേ ഉള്ളൂ. ചെറിയ പെരുന്നാളിന് പിന്നെ അയ്യാം തശ്രീഖൊന്നുമില്ലല്ലോ. അപ്പോൾ അത് സൂര്യൻ അസ്തമിച്ചത് മുതൽ പിറ്റേ ദിവസം ഉച്ചവരെ നിസ്കരിച്ചില്ലെങ്കിൽ, ജമാഅത്താണെങ്കിൽ ഇമാമിൻ്റെ ഇഹ്റാം വരെ, ഒറ്റക്കാണെങ്കിൽ അവൻ്റെ ഇഹ്റാം വരെ. ഇത് പെരുന്നാൾ നിസ്കാരത്തിനാണ് മുഖയ്യദായ തക്ബീർ. അത് പെരുന്നാൾ ദിവസത്തിൻ്റെ, വലിയ പെരുന്നാൾ ദിവസത്തിൻ്റെ മുമ്പത്തെ ദിവസമായ അറഫാ ദിവസത്തിൻ്റെ സുബഹി നിസ്കാരം തുടങ്ങി, സുബഹി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ 3 തക്ബീർ ചൊല്ല. അങ്ങനെ അന്ന് ളുഹർ, അന്ന് അസ്ർ, അന്ന് മഗ്രിബ്, അന്ന് ഇശ, അങ്ങനെ തുടങ്ങി. മിൻ സുബഹി യൗമി അറഫത്ത, അറഫ സുബഹി മുതൽ ഇലാ അസ്രി ആഖിരി അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസ്ർ വരെ. വഫി അശ്രി ദിൽഹിജ്ജ 10 ദിവസങ്ങളിൽ ഹീന യറാ ഷൈഅം മിൻ ബഹീമത്തിൽ അൻആമി, ഏതെങ്കിലും ദിൽഹിജ്ജ 1 മുതൽ 10 ഏതെങ്കിലും ആട് അല്ലെങ്കിൽ പശു അല്ലെങ്കിൽ ഒട്ടകം അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അവിടെ തക്ബീർ ചൊല്ലണം. ഔ യസ്മഉ സൗതഹ, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേട്ടാലും ഇവൻ തക്ബീർ ചൊല്ലണം. അല്ലാഹുൽ മുവഫിഖു അലാ മാ നഹ്നു ഫീഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.